ഇന്ന് ഡിന്നറിനും ലഞ്ചിനും പറ്റിയ ഒരു ചിക്കൻ റൈസ് കണ്ടാലോ? ഞാൻ നേരത്തെ ഒരെണ്ണം അപ്ലോഡ് ചെയ്തിട്ടുണ്ടേ. അത് കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. ഞാൻ അതിനു വേണ്ടി ചിക്കൻ തൈ എടുത്തിട്ടുണ്ട്. കഴുകി നമുക്ക് മസാല ഇടാം. നമുക്ക് ഉപ്പിടാം. അത് കഴിഞ്ഞിട്ട് പാപ്രിക്ക പൗഡറ്, അത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ മുളക് പൊടി അല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ. ഞാൻ പാപ്രിക്ക വളരെ കുറവാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് ഇതിനകത്ത് കളർ വളരെ കുറവ് കേട്ടോ. നിങ്ങൾക്ക് നന്നായിട്ട് ഉപയോഗിക്കാം. അതിന് കുറച്ച് എരിവുണ്ട്, പിള്ളേരുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഉപയോഗിച്ചത്. ലെമൺ ജ്യൂസ് ഉപയോഗിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ. ഒരു 30 മിനിറ്റ്സ് അറ്റ്ലീസ്റ്റ് വെക്കുന്നത് നല്ലതാണ്. മസാല എല്ലാം പിടിക്കാൻ എനിക്ക് അതിനുള്ള സമയം കിട്ടിയില്ല. ഞാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പം ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഒരു ചൂട് കട്ടിയുള്ള പാത്രം എടുത്ത് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഓയിലൊഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഒരു ഉള്ളിയാണ് ഞാൻ അങ്ങോട്ട് ഇട്ടേക്കുന്നത്. ഞാൻ ഓൾറെഡി അരിഞ്ഞു വെച്ച ഉള്ളി. ഈ കണ്ടില്ലേ, ഇതാണ് ബേബി ക്യാപ്സിക്കം. ഇത് ഓൾറെഡി ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് ഞാൻ വെച്ചേക്കുവാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് കുറച്ച് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയായിരുന്നു. അപ്പം ആ ഓയിൽ ബാലൻസ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാനൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നു. പിന്നെ ഇങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ല കേട്ടോ. ഞാനങ്ങനെ ഓയിൽ കിടന്നുകൊണ്ട് മാത്രം ചെയ്തതേ ഉള്ളൂ. ഞാനൊരു 3 ബേബി ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് ഇപ്പം. അത് കഴിഞ്ഞിട്ട് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ എല്ലാം നമുക്ക് പറക്കി നിരത്തി വെക്കാം. ഒരു ഫ്രൈ ചെയ്യുന്ന പോലെയാണ് ഈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്തുനിന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വെള്ളമൊക്കെ ഇറങ്ങും. കുറച്ച് തീ കൂട്ടി കുറച്ചൊക്കെ വെച്ച് അങ്ങനെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ 2 ഗ്ലാസ് ബാസ്മതി റൈസാണ് എടുക്കുന്നത് കേട്ടോ. നമുക്ക് കഴുകി മാറ്റി വെക്കാം. അത് കുറച്ച് കഴിഞ്ഞ് ചിക്കൻ നോക്കിയപ്പം ഇതുപോലെ ആയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം എല്ലാ ചിക്കനും. എന്നിട്ട് ഒന്നും കൂടെ നമുക്ക് വേവിച്ചെടുക്കണം. ഒരുപാട് വെള്ളമൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ കൂട്ടിയും കുറച്ചുമാണ് ഇട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നിങ്ങൾ വലിയ ക്യാപ്സിക്കം ഇല്ലേ, അതാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഞാൻ സാധാരണ കട്ട് ചെയ്ത് സ്മോളായിട്ട്, നമ്മളിപ്പം പിന്നെ എന്തതിനകത്ത് ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടത്തില്ലേ സ്ക്വയറായിട്ട്, അതുപോലെയാണ് ഞാനിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അത് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ബേബി ക്യാപ്സിക്കം ആണെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല സ്വീറ്റായിട്ടുള്ളൊരു സാധനമാണേ. നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ചിക്കനെല്ലാം ആയിട്ടുണ്ട് കേട്ടോ. ഞാനെല്ലാം പറക്കി മാറ്റുവാണേ. ഞാൻ ഓൾറെഡി നല്ല ചൂടുവെള്ളം ബോയിൽ ചെയ്തിട്ടിട്ടുണ്ട്. അതാണ് ഇനി ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുവാണേ. ഞാൻ ക്യാപ്സിക്കം അവിടെ തന്നെ ഇട്ടിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു ചിക്കൻ ക്യൂബ്സ് ഇട്ടു. പിന്നെ ഉപ്പിടുന്നു. വെള്ളം എന്ന് പറയുന്നത് നിങ്ങൾ അരിയിട്ട് നോക്കുക. അരിയിട്ട് നോക്കിയിട്ട് വെള്ളം കുറച്ച് മുകളിലായിട്ട് നിൽക്കണം. അതാണ് അതിൻ്റെ കണക്ക് കേട്ടോ. പിന്നെ അരപ്പുണ്ടല്ലോ, അതും കൂടെ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തു. ഇനി അത് ബോയിൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് തിള വന്ന് കഴിയുമ്പോഴത്തേക്ക് കുറച്ചിട്ട് തീ കുറച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് കൊടുത്ത് നോക്കുക. വെള്ളം ഏകദേശമൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ചിക്കൻ ആണെങ്കിൽ ഞാൻ നിരത്തി വെച്ച് കൊടുക്കുകയാണ് മുകളിൽ. എന്നിട്ട് വീണ്ടും കുറച്ച് വെള്ളമുണ്ട് കേട്ടോ. അപ്പം ഇനി വീണ്ടും ഈ അടച്ച് വെച്ച് ഞാൻ വേവിക്കാൻ പോവാണ്. ചിക്കൻ ഓൾറെഡി ഏകദേശം വെന്തിട്ടുണ്ട്. എന്നാലും ഇനിയും വേഗം ഇതിനകത്ത് അടച്ച് വെക്കാൻ പോവല്ലേ. നമ്മൾ ചെറു തീയിലല്ലേ ചെയ്യണേ. അപ്പം അതിനകത്തിരുന്ന് കുറച്ച് നേരം കൂടെ റെസ്റ്റ് ചെയ്യട്ടെ കേട്ടോ. അപ്പം ചിക്കനും ചിക്കനകത്തുനിന്ന് ഊറി വന്ന കുറച്ച് വെള്ളമുണ്ടല്ലോ, അതൊക്കെ ഞാൻ ഒഴിച്ചു കൊടുത്തു. പിന്നെ വീണ്ടും ഒരു 3 ക്യാപ്സിക്കം ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ, ബേബി ക്യാപ്സിക്കം. ഇനി വെന്ത് കഴിഞ്ഞു. അതിൻ്റെ കാര്യങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. വെന്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സെർവ് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിനകത്തോട്ട് എടുത്തു. ഇനി നമുക്ക് ഇതിനൊരു ചട്നി ഉണ്ടാക്കണം. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ, ഹൈലൈറ്റ്. ഇതും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ അടിപൊളിയാണ്. അതിനായിട്ട് ഞാനിവിടെ മല്ലി ഇല, അതുപോലെ ഒരു ടൊമാറ്റോ, 2 പച്ചമുളക്, എരിവ് വേണ്ടവർ എരിവനുസരിച്ച്, നല്ല കുറച്ച് എരിവ് വേണം കേട്ടോ. അതാണ് എൻ്റെ ഒരു ടേസ്റ്റ്. എൻ്റെ കൂടെ കുഞ്ഞിപ്പെണ്ണ് ഏത് സമയത്തും ഉണ്ടായിരുന്നു. അതേ കാണുന്നില്ലേ. അങ്ങനെ ഒരു പിടിയും വലിയൊക്കെ നടന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി മിക്സഡ് ജാറിനകത്തോട്ടാക്കി. ഇനി ഞങ്ങൾ അടിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. എന്നിട്ട് കാണാം.
ദേ ഇതുപോലെ ഇരിക്കും, ഒരുപാട് ഫൈൻ പേസ്റ്റ് ആവണ്ട കേട്ടോ, കുറച്ച് തരിതരിപ്പ് കാണും. അതാണ്, ഇങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്.